അത് നമ്മുടെ ഇളയ തളപതിക്കെതിരെ ഒരു ചെക്കുമായിട്ട് നമ്മുടെ DMK രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം റിലീസ് ചെയ്തിരുന്ന പടമാണല്ലോ മറ്റേ ജനനായകൻ. അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റിൽ എന്തോ ഒരു ഇഷ്യൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന്. പിന്നെ നമ്മുടെ മറ്റേ ആൾക്കാരുടെ മരണം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഈ വിജയുടെ ഒരു പ്രോഗ്രാമിനിടയിൽ ആൾക്കാരുടെ മരണവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായില്ല. ആ വിഷയത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് CBI വിളിച്ചേക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 സൈഡിൽ നിന്നും പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം സത്യമാട്ടോ, ഇവരെ ഈ ഓപ്പോസിഷൻ പാർട്ടിക്കാർ വിജയെ പേടിക്കുന്നുണ്ട്. അത് ഒരു സത്യമാണ്. കാരണം ഒരു ഹ്യൂജായിട്ടുള്ള ഒരു ജനപിന്തുണ ഉണ്ട് അങ്ങേർക്ക്. അല്ല, കാര്യം നമ്മൾ കളിയാക്കി പറയുമെങ്കിലും മറ്റേ ഫാൻസുകാരെ കൂടിയിരിക്കുന്നതാണ്. സത്യം പറയാൻ അങ്ങേര് മീറ്റിംഗ് വെക്കുന്നിടത്തൊരു പകുതി പേര് ഇങ്ങനെ കാണാൻ വേണ്ടി വരുന്നൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ജനങ്ങളുടെ ഒരു പുഷ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അടിത്തറ സ്ട്രോങ് അല്ല. കാരണം സാധാരണ പ്രവർത്തകരിലോട്ട് വരെ DMKയുടെ ഒരു പ്രവർത്തനം ചെല്ലുന്നുണ്ട്. സാധാരണ ഏറ്റവും ലോക്കലി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വരെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു പവർ ചെല്ലുന്നുണ്ട് DMK വകയായിട്ട്. പക്ഷേ മറ്റേ വിജയുടെ ഈ പാർട്ടി ഇനി ഇത് അങ്ങനെ ആയി വരണം, സമയമെടുക്കും. പക്ഷേ ഒരു 36-ലൊക്കെ ഒരു നല്ലൊരു എനിക്ക് തോന്നുന്നു ഒരു 36 ആകുമ്പോഴത്തേക്കും നല്ലൊരു ഓപ്പോസിഷൻ പാർട്ടി ആയിരിക്കും. നമുക്ക് നോക്കിയിട്ടൊന്ന് കാണാം. എന്നുള്ള പടത്തിനെതിരെ അല്ലെങ്കിൽ വിജയ്ക്കെതിരെ DMKയും ADMK ഒക്കെ ആയിട്ട് പണി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണേലും.